ബെലറീന ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക്ക് എന്ന് പറഞ്ഞൊരു പടം ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ ആഴ്ച റിലീസായി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺ വിക്ക് മൂവി ഉണ്ടല്ലോ, ലൈക്ക് 1 2 3 4 വരെയുണ്ട്. ഇപ്പോൾ അഞ്ചാമത്തെ അവർ ഫിലിം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കേട്ടത്. ഇപ്പം ഈ 3ൻ്റെ 4ൻ്റെ ഇടക്കുള്ള ഒരു സംഭവമായിട്ടാണ് ഈ സാധനത്തിന് സ്പിൻ ഓഫ് ആയിട്ട് പടം എടുത്തേക്കണത്. ഇപ്പോൾ ഈ ബെലറീന എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും നമ്മുടെ ഇതിൽ ജോൺ വിക്കിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിനിമ ഗംഭീര പടമാണ്. ഗംഭീര പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ജോൺ വിക്ക് ഫാൻ ആണെങ്കിൽ മസ്റ്റ് വാച്ച് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. ഈ പടത്തിൻ്റെ പ്ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺ വിക്ക് സിനിമകൾ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ ആദ്യത്തെ പടം തന്നെ നമുക്കറിയാം, പപ്പീനെ അല്ലെങ്കിൽ പട്ടിക്കുട്ടീനെ പറഞ്ഞതിന് പുള്ളി പകരം വീട്ടാൻ പോണ സീൻ എന്ന് പറഞ്ഞ പോലെ ഇതിലെന്ന് വെച്ചാൽ ഒരു റിവെഞ്ചാണ്. നമ്മളെ ട്രailerൽ ഏകദേശം അതിൻ്റെ ഒരു പ്ലോട്ട് ഏകദേശം ഒരു രീതി കാണിക്കുന്നുണ്ട്. ഫാമിലീനെ പിടിക്കുന്നതല്ല, ഫാമിലിക്കിട്ട് പണി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫാമിലീനെ തൊട്ട് കഴിഞ്ഞപ്പോൾ സാധനം വേറെ ലെവലായി. റിവെഞ്ച് അതാണ് മെയിനായി ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ അങ്ങനെയല്ലോ, ഫാമിലീനെ തൊട്ട് കഴിഞ്ഞാൽ സീൻ മാറും. അപ്പോൾ അതാണ് ഈ ഒരു സിനിമയിൽ ഏകദേശം, അതായത് സിമ്പിൾ കഥയാണിത്. പക്ഷേ മേക്കിംഗ് എന്ന് വെച്ചാൽ ജോൺ വിക്ക് നിങ്ങൾ കണ്ട ആ ഒരു സാധനം തന്നെ, ആ ഒരു മൂഡ് അല്ലെങ്കിൽ ആ ഒരു കൂടുതലും ഇരുട്ട് രാത്രി അങ്ങനെയുള്ള സമയത്ത് അങ്ങനത്തെ ഒരു സാധനം. പിന്നെ BGM ഒക്കെ എന്ന് പറഞ്ഞാൽ ജോൺ വിക്കിന് സിമിലാരിറ്റി ഉള്ള ടൈപ്പ് ഓഫ് ഒരു BGM ആണ്. അതായത് നമ്മൾ ആ വേൾഡ് ഓഫ് ജോൺ വിക്ക് എന്ന് പറയണത് കറക്റ്റാണ്. അതിൽ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അന്നാ ഡി ആർമസ് എന്ന് പറഞ്ഞാൽ പുള്ളി ഫീമെയിൽ ക്യാരക്ടറാണ്. പുള്ളിക്കാരത്തിയാണ് ഈ ഒരു ബെലറീന എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇത് ചെയ്യുന്നത്. ബെലറീന മീൻസ് ലൈക്ക് ഡാൻസിങ് ഗേൾ എന്ന് പറഞ്ഞൊരു ഇതാണ് അതിൻ്റെ ഒരു മീനിങ് ആയിട്ട് പറയുന്നത്. പുള്ളിക്കാരത്തിൻ്റെ ഇതിനു മുമ്പുള്ള പടങ്ങൾ ഞാൻ കണ്ടേക്കണത് നമ്മുടെ ബ്ലേഡ് റണ്ണറിലുണ്ട് പുള്ളിക്കാരത്തി. അതേപോലെ തന്നെ ഗോസ്റ്റ് അതിലുണ്ട്. പെട്ടെന്ന് ഈ ഒരു 2 സിനിമ എനിക്ക് ഓർമ്മയുള്ളത്. അപ്പം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ജോൺ വിക്ക് മൂവിയിലെ നമ്മുടെ ഹോട്ടൽ റിസപ്ഷനിസ്റ്റായിട്ട് ഇതിങ്ങനെ ടീമുണ്ടല്ലോ, ഷാരോൺ അല്ലെങ്കിൽ ലാൻസ് റെഡ്വിക്ക് എന്ന് പുള്ളി മരിച്ചുപോയി. എനിക്ക് 2 കൊല്ലം മുമ്പോ അങ്ങനെ മരിച്ചുപോയായിരുന്നു പുള്ളി. അപ്പോൾ പുള്ളിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ വിൻസ്റ്റൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യണ ടീമുണ്ട്. അവരാണ് കുറച്ച് ജോൺ വിക്ക് സിനിമേനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് ഉള്ളത്. പിന്നെ മറ്റേ കൊട്ടേഷൻ കൊടുക്കുന്ന പരിപാടി, ഏത് നമ്മുടെ കോൾ സെൻറ്റർ പരിപാടി പോലത്തെ ഇതുണ്ടല്ലോ, ഏത് സ്കെച്ച് കൊടുക്കുന്നു, കൊട്ടേഷൻ കൊടുക്കുന്നു, ആർക്കാണ് ആ കൊട്ടേഷൻ പാസ് ചെയ്യുന്നത്, ആ ഒരു സാധനങ്ങൾ. ഇപ്പോൾ ലിറ്ററലി ജോൺ വിക്കിൻ്റെ എന്താണ് എന്ന് വെച്ചാൽ അതെല്ലാം ഇതിലുണ്ട്. പക്ഷെ പടം ഒരു രക്ഷയില്ല, ഗംഭീര പടം. നിങ്ങളൊരു ജോൺ വിക്ക് ഫാനാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് അത് തിയേറ്ററിൽ വാച്ച് ചെയ്യണം കേട്ടോ. തിയേറ്ററിൽ വാച്ച് ചെയ്യേണ്ട ഒരു സാധനമാണ് അത്. ഇതിൻ്റെ ഫൈറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ജോൺ വിക്ക്, ഞാനിത് ഫൈറ്റിനെ കുറിച്ചും വയലൻസിനെ കുറിച്ചും കൂടുതൽ പറയേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ജോൺ വിക്ക് കണ്ട ഒരാൾ അല്ലെങ്കിൽ ജോൺ വിക്ക് ഫാൻസ് ആൾക്കാർക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണിത്. ലാസ്റ്റൊക്കെ ഫൈറ്റ് എന്ന് വെച്ചാൽ ഗംഭീര ഫൈറ്റാണ്. അതിൽ എന്താണ് ചില ഷോട്ടുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ലൈക്ക് ഒരു ഷോട്ട് തന്നെ 2 ആംഗിളോ അല്ലെങ്കിൽ 3 ആംഗിളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ചിലതൊക്കെ കുറച്ച് സ്ലോ മോഷനായിട്ട് അല്ല അടിപൊളിയായിട്ടാണ് സംഭവം. നമുക്കൊരിക്കലും ഒരു ബോറിങ് അല്ലെങ്കിൽ ലാഗിങ് ആ സാധനം നമുക്ക് തോന്നില്ല. 2 മണിക്കൂറോളം ഉണ്ട് പടം. 2 മണിക്കൂറെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൈസയിൽ തന്നെയാണ് പടം പോണത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പടം പോയി വാച്ച് ചെയ്യൂ. നല്ലൊരു എന്താ പറയുക, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. ആൻഡ് എസ്പെഷ്യലി ജോൺ വിക്ക് ഫാൻസിന് ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ കിയാനു ഇതിലുണ്ടോ എന്നുള്ളൊരു സംഭവമുണ്ട്. അതായത് ട്രailerൽ ഓൾറെഡി കാണിക്കുന്നുണ്ട്. 2-3 ട്രailer കഴിയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ കുറച്ച് പോർഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എത്രത്തോളം പുള്ളിയുടെ പോർഷൻ ഉണ്ടെന്നത് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കാണുക. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് മലയാളത്തിലേക്ക് റെഫറൻസ് ചെയ്യാൻ പറ്റിയ പടങ്ങൾ നമ്മുടെ കായംകുളം കൊച്ചുണ്ടെങ്കിൽ മോഹൻലാൽ വരുന്നത് അങ്ങനെ ഒരു ഇത്, അല്ലെങ്കിൽ അങ്ങനെയാണോ, അല്ലെങ്കിൽ ഈ ഫുൾ ഓൺ ആണോ, അല്ലെങ്കിൽ പകുതി തൊട്ടാണോ എന്നത് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കാണുക. പക്ഷേ പുള്ളി ഉണ്ട് അതിൽ. പുള്ളി എങ്ങനെയാണ് അതിൽ സാധനം പുള്ളീനെ എടുത്തേക്കണേന്നത് തിയേറ്ററിൽ നിന്ന് തന്നെ നിങ്ങൾ കാണുക. കാരണം നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇതല്ലല്ലോ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബെലറീന ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക്കില്ലേ, അത് ബെലറീന നമ്മുടെ ജോൺ വിക്കിൻ്റെ കൊച്ചുമോളായിട്ട് വരും. ആ ഒരു സാധനമാണ് അതിൽ പെട സാധനം.